പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിലേക്ക് പരിശുദ്ധാത്മ നമ്മെ കൊണ്ടുവന്നല്ലോ. ദൈവത്തിന്റെ നല്ല പ്രവൃത്തികളെ കാണുവാൻ, കേൾക്കാൻ, അനുഭവിക്കാൻ ദൈവം ഇന്ന് പകലിലും നമ്മുടെ ജീവിതത്തിൽ അനുവാദത്തെ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായ ദിവസരീതിയിൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അതിനുവേണ്ടി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: നിങ്ങളുടെ എതിരുകൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറയാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. അതേ പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ ഏറെ അത്യാവശ്യമാകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഒരു അന്ത്യകാലഘട്ടമാണ്. ഈ അന്ത്യകാലഘട്ടത്തിൽ നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യം, ഏതൊരു കാര്യം ചെയ്താലും അതിന് എഗനിസ്റ്റായി, അതിന് വിപരീതമായി, ഇല്ലെങ്കിൽ എതിർമണ്ഡലമായി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏതെങ്കിലും ഒന്നിലേക്ക് നാം കാൽ ചവിട്ടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കാൽ ചുവടുകൾ എടുത്തു വെക്കുമ്പോഴാണ് അതിനകത്ത് എതിരുകൾ ഏതൊക്കെ മേഖലകൾക്കകത്തുനിന്നാണ് വെളിപ്പെട്ട് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ നാം ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഒരു കാര്യവും എതിർമണ്ഡലമായി കടന്നു വരത്തില്ല, ഒന്നും എഗനിസ്റ്റായി മാറത്തില്ല. പക്ഷെ വിജയിച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, വാസ്തവമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് എതിർമണ്ഡലം ഉണ്ടായിട്ടുണ്ട്. എഗനിസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്. ഒരുപക്ഷെ വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ സാഹചര്യമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളായിരിക്കാം അവർ ചെയ്യുന്ന കാര്യങ്ങളോട് എതിരായിട്ട് നിൽക്കുക. എന്നാൽ എല്ലാവർക്കും വ്യത്യസ്തമായ നിലവാരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാൽ ഇവിടെ വചനം പറയുകയാണ്, എന്ത് കാലഘട്ടത്തിൽ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ജീവിത കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ, ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ, അങ്ങനെ ഏത് കാര്യത്തിനകത്ത് എടുത്തു നോക്കിയാലും ഇതിനകത്ത് ദൈവികമായ പദ്ധതികൾക്കകത്തേക്ക് കാലെടുത്തു വയ്ക്കുന്ന എല്ലാ മനുഷ്യന്റെ മുൻപിൽ ഒരു എതിർമണ്ഡലത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എഗനിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ചില സാഹചര്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ എതിരുകൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറയാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. അതേ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ജ്ഞാനത്തിൽ, ഇല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഹൈ ലെവലിൽ നിൽക്കുന്നവരുണ്ട്. നന്നായി ജ്ഞാനമുള്ളവർ, അറിവുള്ളവർ, പല രീതിയിൽ അറിവുള്ളവരൊക്കെ നമുക്ക് ഈ ലോകത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ജ്ഞാനത്തെക്കാളൊക്കെ ഏറെ വിലപ്പെട്ടതാണ് ദൈവിക ജ്ഞാനം എന്ന് പറയും. ദൈവിക ജ്ഞാനത്തിന് മുൻപിൽ ഒരു മനുഷ്യനോ ശക്തിക്കോ വ്യക്തിക്കോ ആർക്കും നിലനിൽക്കാൻ കഴിയത്തില്ല. ദൈവിക ജ്ഞാനത്തിന് മുൻപിൽ നമ്മളെല്ലാവരും അതിന് കീഴടങ്ങിയിരിക്കേണ്ടുന്നവരാണ്. ഇവിടെ പറയുകയാണ്, ആർക്കും ചെറുപ്പാനോ എതിർ പറയാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്കകത്ത്, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രികൾക്കകത്ത്, ശുശ്രൂഷകൾക്കകത്ത് ദൈവം അതിശക്തമായ ഒരു ജ്ഞാനത്തെ തരാൻ വേണ്ടി പോകുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ഇത് അടയാളമായി ദൈവസന്നിധി ചോദിക്കാൻ മനസ്സുണ്ട്? ദൈവം നിങ്ങൾക്കൊരു ജ്ഞാനത്തെ വർദ്ധിപ്പിച്ച് തരാൻ വേണ്ടി പോകുകയാണ്. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഒരുപക്ഷെ ഇന്നലെ വരെ തോൽവി പോലുള്ള അനുഭവങ്ങളാണ് വന്നിരുന്നെങ്കിൽ, ദൈവാത്മാവ് ഇന്നത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് പറയാം, നിങ്ങൾക്ക് ഒരു അസാധാരണമായ ജ്ഞാനത്തെ ദൈവം കൈമാറാൻ വേണ്ടി പോകുകയാണ്. അസാധാരണമായ ജ്ഞാനം, വാക്കുകൾക്ക് എതിരുകൾക്ക് ചെറുത്ത് നിൽക്കാൻ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. അതെ, ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്. ദൈവം നമുക്ക് ജ്ഞാനത്തെ തരാൻ വേണ്ടി പോകുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, ആ ജ്ഞാനത്തിനകത്ത് എനിക്ക് ജീവിക്കണം, ആ ജ്ഞാനത്തിനകത്ത് എനിക്ക് തുടരണം, ആ ജ്ഞാനത്തിനകത്ത് ഞാൻ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും ഓർഡറിനകത്ത് പോകണമെന്ന് ആത്മാവിൽ ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്തേ. അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ അടയാളം നിങ്ങളുടെ ഭവനത്തിനകത്ത് കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അതേ നിങ്ങളുടെ മിനിസ്ട്രികൾക്കകത്ത് കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അതേ നിങ്ങളുടെ ബിസിനസ്സിനകത്ത്, ജോലിക്കകത്ത്, പഠനത്തിനകത്ത് ദൈവം അത് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുകയാണ്. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ വാഴ്ത്തുകയാണ്. അങ്ങ് കേൾപ്പിച്ച ദൈവികമായ അരുളപ്പാടിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വചനം പറഞ്ഞതുപോലെ ആർക്കും ചെറുപ്പാൻ കഴിയാത്ത, ആർക്കും എതിർത്ത് നിൽപ്പാൻ കഴിയാത്ത വാക്കും ജ്ഞാനവും പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ കർത്താവ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ എല്ലാ ഏരിയകൾക്കകത്ത് ചന്തമായി, ഉചിതമായി എല്ലാ കാര്യങ്ങളും ക്രമത്തോടെ ചെയ്യുവാനുള്ള ദൈവകൃപ പരിശുദ്ധാത്മാവ് ഇന്ന് പകല് ഞങ്ങളുടെ മേൽ കൈമാറിയിരിക്കുന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ദൈവപ്രവൃത്തി കണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷിക്കാൻ ദൈവം സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.